നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത 3 ട്രാൻസ്പെറൻറ്റ് സാരീസ് കാണാം. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് സാരീസിൽ പലതരം നിങ്ങൾക്കറിയാലോ ട്രാൻസ്പെറൻറ്റ് സാരീസ് ഏതൊക്കെയാണ്. ഓർഗൻസി ഉണ്ട്, ഓർഗൻറ്റി ഉണ്ട്, സൂപ്പർ നെറ്റ് ഉണ്ട്, നെറ്റ് കോട്ട, നോർമൽ കോട്ട, അങ്ങനെ പല പല മെറ്റീരിയൽസ് വരുന്നുണ്ട്. അപ്പോൾ അതിലത്തെ 3 വെറൈറ്റി മെറ്റീരിയൽസിൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് സ്റ്റിച്ചസ് ഒന്നും അല്ല, എല്ലാത്തിലും സിമ്പിളായിട്ട് ഈവൻ ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റിയ വർക്കുകളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിലത്തെ 2 സാരിയിൽ ഫുൾ ബോർഡറും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്തിരി ഹെവി ആയിട്ട് തന്നെ ഉണ്ട് വർക്കിങ്. മറ്റേ ഒരു സാരിയിൽ സിമ്പിളായിട്ടുള്ള വർക്ക്സേ ഉള്ളൂ, എന്ന് വെച്ചാൽ ചെസ്റ്റ് പോർഷനിലും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് വർക്ക്സേ ഉള്ളൂ. ഒത്തിരി ഫുൾ ബോർഡർ വർക്കൊന്നുമില്ല. അപ്പോൾ ഇത് സിമ്പിൾ ആയതുകൊണ്ട് എല്ലാവർക്കും തയ്ക്കാനും പറ്റും. അപ്പോൾ ഞാൻ എവിടെയൊക്കെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം. ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലിൽ നമ്മൾ ഡിസൈൻ വരയ്ക്കണം മുതൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, തയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഫുൾ ലെങ്ത് ഇരുന്ന് വീഡിയോ കാണുക. അപ്പം ഇത് തയ്ക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഈവൻ തയ്ക്കാത്തവർക്കാണെങ്കിലും എങ്ങനെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് സാരി മേടിക്കുമ്പോൾ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത്, സാരി മേടിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ അവർ നോട്ടീസ് ചെയ്യണം, എന്നിട്ടാണ് മേടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു ഗുഡ് ക്വാളിറ്റി ഹാൻഡ് എംബ്രോയിഡറി സാരി മേടിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഫുൾ ലെങ്ത് ഇരുന്ന് കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തോ ആയിക്കോട്ടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ സാരീസ് 1 by 1 ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. ഈ സാരിയുടെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ബിസ്ക്കറ്റ് ബ്രൗൺ ആണ്. പറഞ്ഞ മാരിഗോൾഡ് ബിസ്ക്കറ്റ് ഇല്ലേ, അതിൻ്റെയൊക്കെ കളർ ആയിട്ട് വരും. അപ്പോൾ ഇത് മെറ്റീരിയൽ ചെക്ക് കോട്ടയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇങ്ങനെ ചെക്ക്, ഇങ്ങനെ വലിയ വലിയ ചെക്സ് ആണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ചെക്ക് കോട്ട എന്ന് പറഞ്ഞ മെറ്റീരിയൽ. ട്രാൻസ്പെറൻ്റ് ആണ്. ഓർഗൻഡിയും കോട്ട മെറ്റീരിയൽ പോലെ തന്നെ ഇതും നല്ലോണം ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന വർക്ക് കാന്ത വർക്കാണ്. ഓൾട്ടർനേറ്റ് ആയിട്ട് ഫ്ലവേഴ്സ്, വലുതും കുഞ്ഞതുമായിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് ഫ്ലവേഴ്സ് തയ്ച്ചേക്കുവാണ്. മുന്താണിയിൽ തന്നെ ഇങ്ങനെ ഇതുപോലത്തെ ഒരു 5 ലെയറാണ് മുന്താണിയിൽ തയ്ച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 1 2 3 ഇവിടെയുണ്ട്, 4 and 5 അങ്ങനെ 5 ലെയറാണ് മുന്താണിയിൽ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാരിയുടെ 2 സൈഡിലും 2 ബോർഡേഴ്സിലും തയ്യൽ വരുന്നുണ്ട്. ഇതുമാതിരി ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വലുതും കുഞ്ഞതുമായിട്ട് ഇങ്ങനെ പൂക്കൾ പോവുക 2 സൈഡിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാന്ത വർക്കാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ അടി വളരെ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ വലിക്കാണ്ട് നല്ല നീറ്റായിട്ട് തന്നെ, എങ്ങനെ മേളിരിക്കണേ അതുപോലെ തന്നെ താഴെ ഇരിക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കെട്ട് കാണാം എന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല. നമുക്ക് നൂല് വലിക്കുന്നതൊന്നും കാണുന്നില്ല. അപ്പം ഇങ്ങനത്തെ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസിൽ നമ്മൾ തയ്ക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ നൂല് അങ്ങോട്ടോ ഇങ്ങോട്ടോ വലിക്കാണ്ട് നല്ലോണം തയ്ക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ ഈ ഫ്ലവേഴ്സിൻ്റെയൊക്കെ നടുക്ക് ഇത് സാറ്റിൻ സ്റ്റിച്ചാണ് ഇവിടെയൊക്കെ തയ്ച്ചിരിക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ച് സെയിം കളർ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ത്രെഡ് യൂസ് ചെയ്തേക്കുന്നത് ആങ്കറിൻ്റെ ത്രെഡാണ്. 2 സ്ട്രാൻഡ്സുമാണ് യൂസ് ചെയ്തേക്കുന്നത് ഫുള്ളും. ഇവിടെ കാന്ത വർക്കിനായാലും സാറ്റിൻ സ്റ്റിച്ചിനായാലും എല്ലാത്തിനും. ഈ സാരീനേക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ലൈറ്റ് മസ്റ്റാർഡ് യെല്ലോ കളർ ത്രെഡ് എടുത്തിട്ടാണ് വേറെ ഓരോ ഓൾട്ടർനേറ്റ് പെറ്റൽസിനും വേറെ വേറെ കളറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന പെറ്റലിന് വേറൊരു കളർ, ഇവിടെ വരുന്നതിന് വേറൊരു കളർ, അങ്ങനെ 2 കളർ ഷെയ്ഡ് ഇട്ട് ത്രെഡ് വെച്ചിട്ട് 2 ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട് ഈ സാരിയിൽ ഓരോ ഫ്ലവറും തയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഈ ഒരു കുഞ്ഞു ഫ്ലവർ തയ്ക്കാൻ തന്നെ നമ്മളൊരു 1 hour എടുക്കും. ഈ ഒരു കുഞ്ഞു ഫ്ലവർ തന്നെ തയ്ച്ച് തീരാൻ. അപ്പം ഈ വലിയ ഫ്ലവർ തയ്ക്കുമ്പോൾ അതിൻ്റെക്കാളും ഒരു 2 മണിക്കൂറും കൂടെ കൂടുതലെടുക്കും. കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇത് തയ്ച്ച് തീരാൻ കുറേ സമയം എടുക്കുന്ന ഒരു വർക്കാണ്. സിമ്പിളാണ്, പക്ഷേ ഇതിപ്പോൾ ഫുൾ സാരി ബോർഡറും തയ്ച്ചേക്കണ കാരണം തയ്ച്ച് തീർക്കാൻ, ആ ഫിനിഷിങ്ങിൽ തയ്ച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ കുറേ സമയം നമ്മളെടുക്കും. അപ്പോൾ നമ്മൾ തയ്ക്കുമ്പം സെയിം ഡിസൈനാണ് തയ്ച്ച് മടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഫാസ്റ്റിൽ തയ്ക്കുമ്പോൾ അടിയിൽ കൂടെ വലിക്കാനൊന്നും പോകരുത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ബിഗിനേഴ്സാണ് ഇത് തയ്ക്കാൻ പോണേന്നുണ്ടെങ്കിൽ ഇത്രയും ഹെവി വർക്ക്സ്, ഇത്രയും വർക്ക് ഒരു സാരിയിൽ എടുക്കരുത്.
എടുത്തിട്ടുണ്ടെങ്കിൽ ബോറടിച്ചിട്ട് ഇട്ടിട്ട് പോകും. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് എപ്പോഴും സെലക്ട് ചെയ്യുക. ബിഗിനേഴ്സാണ് ചെയ്യണേ എന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് ഈ സാരിയുടെ പോകുന്നത്. അപ്പോൾ ഡിസൈനൊക്കെ വരയ്ക്കുമ്പോൾ ലൈറ്റായിട്ട് വരയ്ക്കണം. എപ്പോഴും ഡിസൈൻ ഇങ്ങനെ വെച്ചാൽ തന്നെ നമുക്ക് കാണാം. അങ്ങനെ വെച്ച് ട്രേസ് ചെയ്താൽ മതി. ഫാബ്രിക് പെൻസിൽ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ നോർമൽ പെൻസിലായാലും യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ലൈറ്റായിട്ടാണ് ഡിസൈൻ വരയ്ക്കാമുള്ളൂ. ഒത്തിരി ഡാർക്കായിട്ട് വരയ്ക്കരുത്, ത്രെഡിൽ കയറി പിടിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ മെറ്റീരിയൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സാരി ഒന്ന് വെച്ച് നോക്കാം, എങ്ങനെയാണ് ഇരിക്കണേ എന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ കണ്ട സാരി ഉടുത്താൽ എങ്ങനെയാണ് ഇരിക്കണേ. ഇതും നമുക്ക് വേണമെങ്കിൽ അഴിച്ചിടാം സ്റ്റാർച്ച് കളഞ്ഞിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് വെക്കാം. പ്ലീറ്റ്സ് ഇട്ട് വെക്കുമ്പോൾ ഈ പറഞ്ഞ രണ്ട് സൈഡിലും ഉണ്ട് വർക്ക്, ഇവിടെയുണ്ട്, ഈ പറഞ്ഞ ഈ ബോർഡറിലും ഉണ്ട് വർക്ക്. ഒരു വലിയ പൂ കുഞ്ഞു പൂ വെച്ചിട്ട് ഫുൾ ലെങ്ത് ഉണ്ട് വർക്ക്. അപ്പോൾ എൻ്റെ പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ഇത് കാണാൻ ഇത് കണ്ടോ, നല്ല ഭംഗിയിൽ നല്ല രസമായിട്ട് ഫുൾ ബോർഡേഴ്സും പല്ലുവും ഇങ്ങനെ വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ നമുക്കിത് തയ്ച്ച് തീർക്കാൻ ഒത്തിരി സമയം എടുക്കുന്ന ഒരു വർക്കാണിത്. എന്നുവെച്ചാൽ കുറേ ഉള്ളത് കൊണ്ട് ഒരു ഡിസൈനാണ് തയ്ക്കണമെങ്കിൽ അധികം സമയം എടുക്കില്ല. ഇത് കുറേ ഡിസൈൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് തയ്ച്ച് തീർക്കാൻ ഒത്തിരി സമയം എടുക്കും. ഇത് കാന്താവർക്കിൻ്റെ ഇപ്പോൾ 2 കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഇതുവരെ ഈ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് വലിക്കാൻ പറ്റില്ല. കെട്ടിടുന്നത് സൂക്ഷിച്ചു വേണം, നൂല് കെട്ടുകൂടരുത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസിൽ തയ്ക്കുമ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മെറ്റീരിയൽസിൽ തയ്ക്കാൻ നമുക്ക് കുറച്ചും കൂടെ സമയം കൂടുതലെടുക്കും. കമ്പയർ ടു നമ്മൾ ഒരു ടോപ്പ് മെറ്റീരിയൽ തയ്ക്കുന്നതിന് കമ്പയർ ചെയ്യുമ്പോൾ സാരി ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലിലാണ് തയ്ക്കുന്നത്. സാരി അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ടോപ്പിലായാലും തയ്ക്കുമ്പോൾ നമ്മൾ കുറേ കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സാരിയുടെ കളർ ലൈറ്റ് ആയതുകൊണ്ട് ഏത് ഏജ് ആയാലും, ഓൾഡ് ഏജോ യങ് ഏജോ അതോ അല്ല ഏത് സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർക്കും പറ്റുന്ന ഒരു കളറാണ് ഈ സാരിയുടേത്. അതുപോലെ തന്നെ തയ്യലും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ സാരിയുടെ ഇത് പോകുന്നത്. നമുക്ക് അടുത്ത സാരി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വൈറ്റ് ഓർഗൻഡി സാരിയാണ്. അതിൻ്റെ അകത്ത് വൈറ്റ് ത്രെഡ് വെച്ച് തന്നെയാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. മുന്താണിയിൽ 2 കോർണറിലും ഇതുവരെ 3 പൂക്കൾ തയ്ച്ചിട്ടുണ്ട്. അപ്പുറത്തെ കോർണറിലും ഇതുവരെ തന്നെ 3 പൂക്കൾ തയ്ച്ചിട്ടുണ്ട്. ഈ സൈഡത്തെ കോർണറിലും ഇവിടെ നമ്മൾ കാണാം, അവിടെയും ഇതുവരെ തന്നെ 3 റോസാപ്പൂക്കൾ തയ്ച്ചിട്ടുണ്ട്. ഇതൊരു റോസിൻ്റെ ബഡായിട്ടാണ്, എന്നിട്ട് വേറെ ഫ്ലവേഴ്സും തയ്ച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫുള്ളും ഷാഡോ വർക്കാണ് തയ്ച്ചിരിക്കുന്നത്. സ്റ്റെമ്മിന് മാത്രം സ്റ്റെം സ്റ്റിച്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫ്ലവേഴ്സിന് വേണമെങ്കിൽ ഷാഡോ വർക്കിന് പകരം സാറ്റിൻ സ്റ്റിച്ചോ ഈ ബോൾസിനൊക്കെ സാറ്റിൻ സ്റ്റിച്ച് അങ്ങനെയും തയ്ക്കാം, നല്ലതായിരിക്കും. അതിപ്പോൾ ഫുള്ളും വൈറ്റ് ത്രെഡ് വെച്ചിട്ട് തന്നെ തയ്ച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വളരെ നമ്മൾ തയ്ക്കുമ്പോൾ ഒത്തിരി കെയർഫുൾ ആയിരിക്കണം. 1 വൈറ്റ് സാരിയാണ്, 2 അതിൻ്റെ അകത്ത് വൈറ്റ് ത്രെഡും കൂടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഒരു കാരണവശാലും ത്രെഡിലും ചെളി വരാൻ പാടില്ല, തുണിയിലും ചെളി വരാൻ പാടില്ല. അപ്പം അത് ഒത്തിരി കെയർഫുള്ളായിട്ട് വേണം നമുക്ക് തയ്ക്കാൻ. മുന്താണി ഫുള്ളും ഇതുവരെ 2 സൈഡിലും റോസ് ബഡ്സ് ആയിട്ട് പോകുന്നുണ്ട്. നടുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഈ 2 റോസ് ബഡ്സിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് സ്മോൾ ഡിസൈൻസ് ഫ്ലവേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞു കുഞ്ഞു പൂക്കളുള്ളത് ഈ ഫ്രണ്ടിൽ നമ്മൾ ചെസ്റ്റ് പോർഷൻ 1 അവിടം വരെയുള്ളൂ, അതിൻ്റെ അവിടം വരെയുള്ളൂ. അത് കഴിഞ്ഞ് ചെസ്റ്റ് പോർഷനിൽ കുറച്ച് ഭാഗം ഉണ്ടാകും ഇങ്ങനത്തെ ഇടയിൽ ഇങ്ങനെ കുഞ്ഞു പൂക്കൾ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈഡിലുമാണ് ഇങ്ങനത്തെ റോസ് ബഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. താഴത്തോട്ട് പോകുമ്പോൾ പ്ലീറ്റ്സിൻ്റെ ഒക്കെ അവിടെ പോകുമ്പോൾ റോസ് ബഡ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ വിടർത്തിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ മുതൽ ഇങ്ങനെ കുറച്ച് അധികമായിട്ട് വർക്കുണ്ട്. കാണാൻ പാകത്തിനായിട്ട് പ്ലീറ്റ്സിൻ്റെ ഇടയിൽ കൂടെ വരാനായിട്ട് ഇങ്ങനെ ഇതിൻ്റെ 2ൻ്റെയും പൂവിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം പിന്നെ 2 എണ്ണം അങ്ങനെയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്ലീറ്റ്സ് മുഴുവൻ അതുപോലെ വർക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും അവസാനം റൈറ്റ് ലെഗിൻ്റെ താഴത്തെ ആ പോർഷനിൽ വരുന്ന ഫസ്റ്റ് പ്ലീറ്റ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നിടത്ത് ഒരു 3 പൂ എന്ന് വെച്ചാൽ മേള് വരെ എത്തുന്ന അവിടം വരെ 3 പൂക്കളും അടുപ്പിച്ച് വരുന്നുണ്ട്. സ്ട്രെയിറ്റ് ലൈനായിട്ട് സ്റ്റാൻഡിങ് ലൈനായിട്ട് 3 പൂക്കൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വൈറ്റ് ത്രെഡ് ഇട്ട് തയ്ച്ചത്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ അടി നമുക്ക് കാണാം, ഒട്ടും കെട്ട് കൂടിയോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടോ വലിച്ചൊന്നും കാണുന്നില്ല. അപ്പം
ഞാനിവിടെ ഒരു വലിക്കുന്നത് നിങ്ങൾക്ക് കാണാമായിരിക്കും. ഈ ലീഫും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വട്ടം വലിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വലിച്ചാലും നിങ്ങൾക്ക് ഇത് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിലെ കൂടെ സ്റ്റെം സ്റ്റിച്ച് പോണ കാരണം ആ വലിച്ചേക്കുന്നത് കാണാനേ പറ്റില്ല. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല, അതിൻ്റെ മേളിൽ കൂടെ ഒരു തയ്യൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിക്കാം. അപ്പം നിങ്ങളിപ്പം കടയിൽ പോയി ഒരു ഷാഡോ വർക്കിൻ്റെയൊക്കെ സാരി മേടിക്കുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം. നമ്മൾ മേളിൽ കൂടെ നോക്കുമ്പോൾ ഇങ്ങനെ താഴത്തേക്കൂടെ ഒത്തിരി വലിച്ചിട്ടുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചേക്കുന്ന ഇത് നമുക്ക് മേളിൽ കൂടെ കാണാൻ പറ്റുവാണെങ്കിൽ അതത്ര ഭംഗിയുണ്ടാവില്ല കാണാനായിട്ട്. നമ്മളിപ്പോൾ ഡിസൈൻ ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് ഇപ്പം ഇതിവിടെ കാർബൺ പേപ്പറിൻ്റെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യാം ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ പെൻസിൽ വെച്ചാൽ വരയ്ക്കണമെങ്കിൽ ഫാബ്രിക് പെൻസിലിന് പകരം അതല്ല നമ്മൾ സാധാ നോർമൽ നമ്മുടെ പെൻസിൽ യൂസ് ചെയ്താൽ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ട് നമ്മൾ ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഈ വൈറ്റ് ത്രെഡിലൊക്കെ നമ്മുടെ പെൻസിലിൻ്റെ കളർ കയറി വന്ന് ഇതൊരു ഗ്രേ കളർ ത്രെഡായി മാറും. അപ്പം അത് സൂക്ഷിക്കുക. വളരെ ലൈറ്റായിട്ട് നമുക്കൊന്ന് വേഗമായിട്ട് കണ്ടാൽ മാത്രം മതി, ആ രീതിയിൽ തയ്ക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഷാഡോ വർക്ക് തയ്ച്ചേക്കുന്നതാണെങ്കിൽ നമുക്കിപ്പോൾ നോക്കുമ്പോൾ കാണാം ഇതിൻ്റെ അകത്ത് ഒരേ ബഡ്സ് ഇത് ഒരു ഇതായിട്ട് നമ്മൾ തയ്ക്കുന്നു, ഈ ഒരു മൊട്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൂടെ തയ്ക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഈ സൈഡ്, അങ്ങനെ പല വട്ടമായിട്ടാണ് ഇത് തയ്ക്കുന്നത്. ഈ ഒരു ഫ്ലവർ തയ്ക്കാൻ തന്നെയായിട്ട് നമ്മൾ ഒരു 4 hours എടുക്കും ഈ ഒരു പാറ്റേൺ തയ്ച്ച് തീർക്കാനായിട്ട്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ചിക്കൻ കറി വർക്ക് കാണിച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു എളുപ്പത്തിൽ തയ്ക്കാമെന്ന് കമ്പയർ ടു ഷാഡോ വർക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം തീരെ പൊട്ടു പോലത്തെ ഡിസ്റ്റൻസിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒട്ടും ഡിസ്റ്റൻസ് കൂട്ടിയല്ല ത്രെഡ് കുത്തിയേക്കുന്നത്. ഇതിന് നല്ല ഫിനിഷിങ് ഉണ്ടാവും. അത് ചിക്കൻ കറി വലിയ അകത്തിയാണ് നമ്മൾ താത്തുന്നത്. ഇത് അടുപ്പിച്ചായതുകൊണ്ട് കുറേ സമയം എടുക്കും നമുക്ക് തയ്ച്ച് തീർക്കാനായിട്ട്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ വർക്കൊക്കെ വരുന്നത്. ഈ ഒരു സാരിയിൽ ഒരു 35 ഇതുപോലത്തെ 35 ഡിസൈൻസും ഇങ്ങനത്തെ സിംഗിൾ പൂവായിട്ട് നമ്മളൊരു 4-5 ലെയർ തയ്ച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു ലെയറിൽ തന്നെ 9 ഫ്ലവേഴ്സ് ഉണ്ട്. ഇതുപോലത്തെ കുഞ്ഞു ഫ്ലവേഴ്സ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ 9 ഫ്ലവേഴ്സ് കുഞ്ഞത് വരുന്നുണ്ട്. അങ്ങനെ ഒരു 6 ലെയേഴ്സ് വരെ അങ്ങനെ തയ്ച്ചിട്ടുണ്ട് മുന്താണിയിൽ. അപ്പോൾ നമുക്ക് ഈ സാരി ഒന്ന് വെച്ച് കണ്ട് നോക്കാം എങ്ങനെയായിരിക്കും കാണണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ സാരി ഉടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് നമുക്ക് അഴിച്ചിടണമെങ്കിൽ അഴിച്ചിടാം, അതല്ല എന്നുണ്ടെങ്കിൽ ഞെറിഞ്ഞ് വെക്കണമെങ്കിൽ ഞെറിഞ്ഞ് വെക്കാം. അപ്പോൾ അഴിച്ചിടുവാണെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള വർക്ക്സ് എല്ലാം കാണും. ഇപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് അഴിച്ചിട്ടെന്ന് വെച്ച് കുഴപ്പമില്ല. അപ്പോൾ ഓർഗൻഡി സാരി അഴിച്ചിടാമോ എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. ഓർഗൻഡി സാരിയിൽ സ്റ്റാർച്ച് അധികം ഇല്ല എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അഴിച്ചിട്ടിട്ട് നമുക്ക് സുഖമായിട്ട് ക്യാരി ചെയ്തുകൊണ്ട് നടക്കാം. സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്റ്റാർച്ച് കളഞ്ഞിട്ട് യൂസ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മുന്താണി വരുന്നത് ഇപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ നിറച്ചും വർക്കായിട്ട് ഇടയിൽ കൂടെ ഓരോ ഫ്ലവേഴ്സായിട്ട് ഇങ്ങനെ കുറേ ലെയേഴ്സ് ആയിട്ടുണ്ട്. അത് ഇവിടെയൊക്കെ വരുന്നുണ്ട്, ഇവിടം വരെ ഉണ്ട് ആ വർക്ക്. അത് കഴിഞ്ഞ് താഴത്തോട്ട് പോകുന്ന പോർഷനിൽ ഇങ്ങനെ സ്മോൾ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ വൈറ്റ് ആവുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട് അത് എടുത്ത് കാണിക്കുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പം എന്തോരം കാണാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ വൈറ്റ് ഇട്ട് തയ്ച്ചാൽ അതിൻ്റേതായ ഒരു ഭംഗി തന്നെയുണ്ട്. കാണാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലാണ്, നല്ലോണം കാണാൻ തന്നെ പറ്റും. അപ്പം അതുപോലെയൊക്കെയാണ് ഈ സാരിയിലെ വർക്ക് തന്നെ. നമുക്കിനി അടുത്ത സാരി കാണാം. ഇത് ഒരു കോട്ട സാരിയാണ്, വൈറ്റ് കോട്ട സാരി. ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൻ്റെ ട്യൂട്ടോറിയൽ കാണിച്ചായിരുന്നു. അന്ന് ഒരു ഫ്ലവർ ഈ ഡിസൈൻ ചെയ്ത് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫുള്ളും തയ്ച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പം ഇതാണ് കോട്ട സാരിയും നെറ്റ് ചെക്ക് കോട്ടയുമായിട്ടുള്ള ഡിഫറൻസ് ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ കളം തീരെ കുഞ്ഞു കളമായിരിക്കും, മറ്റേതിന് കുറച്ചും കൂടെ വലിയ കളമായിരിക്കും. ഇതിനെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ചെക്ക് കുറച്ചും കൂടെ വലുതായിരിക്കും. ഇത് തീരെ പൊടി പോലത്തെ കളമായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം, കോട്ടയും ചെക്ക് കോട്ടയായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ തയ്ച്ചിരിക്കുന്ന ഈ ഒരു കുഞ്ഞ് ഡിസൈൻ ലേസി ഡേസി ആണ്. പേർപ്പിൾ കളർ ത്രെഡ് വെച്ച് തയ്ച്ചേക്കുന്നത്. ഫ്രഞ്ച് നോട്ടും ഇവിടെ സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് തയ്ച്ചേക്കുന്ന ഫ്ലൈ സ്റ്റിച്ചും യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മുന്താണിയിൽ വരുന്നതാണ്. മുന്താണിയിൽ ഈ സൈഡിലും ഓരോന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് 2 ഫ്ലവറും വന്നിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫ്ലവറിൻ്റെ ഡിഫറൻസ് 9 ഇഞ്ചാണ്. 9 ഇഞ്ച് ഡിഫറൻസിലാണ് ഇത് തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് മുന്താണിയിൽ വന്നേക്കുന്നത്. എന്നിട്ട് ബാക്കി ബോർഡർ 1 സൈഡ് ബോർഡറിൽ കൂടെ ഇങ്ങനെ
5-inch ഗ്യാപ്പിലാണ് ഈ രണ്ട് ഫ്ലവേഴ്സ് വന്നേക്കുന്നത്. ബോർഡേഴ്സിലൊക്കെ 5-inch ഗ്യാപ്പിൽ ഓരോരോ ഫ്ലവേഴ്സ് വെച്ച് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് ടോട്ടലി 14 ഫ്ലവേഴ്സാണ് ഉള്ളത്. ചെസ്റ്റ് പോർഷൻ്റെ താഴെ അവിടം വരെ ഫ്രണ്ടിൽ നിറച്ചും വർക്ക് ഉണ്ടാവും, ഇതുപോലത്തെ ഫ്ലവേഴ്സ് വരും. അത് കഴിഞ്ഞിട്ട് താഴെ റൈറ്റ് ലെഗിൻ്റെ ബോട്ടം പോർഷനിലും ഒരെണ്ണം ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത്. സിമ്പിളായിട്ട് ഹെവി വർക്ക്സ് ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള വർക്ക്സേ ഉള്ളൂ. അപ്പോൾ ഇത് ഇനി നിങ്ങൾക്ക് മിസ്മാച്ച് ആയിട്ടുള്ള ബ്ലൗസ് ഇട്ടാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഈ കളർ പർപ്പിൾ കളർ ബ്ലൗസ് കോട്ടൺ സിൽക്കോ അതല്ല വേറെ ഏതെങ്കിലും പർപ്പിൾ കളർ മെറ്റീരിയലിൻ്റെ പർപ്പിൾ കളർ ബ്ലൗസ് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടും. ഇത് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് അതിൻ്റെ വൺ സൈഡിലെ തയ്യലുള്ളൂ, ട്രാൻസ്പെറൻറ്റും ആണ്. അതുകൊണ്ട് അഴിച്ചിടേണ്ട ആവശ്യമില്ല. ഒരു പ്ലീറ്റ്സ് എടുത്ത് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത് മറ്റേ സൈഡിൽ ഒരു ബോർഡറിലാണല്ലോ സ്റ്റിച്ചിങ് ഉള്ളൂ, മറ്റേ ബോർഡറിൽ സ്റ്റിച്ചിങ് ഇല്ലാത്തത് കൊണ്ട് ഇത് പ്ലീറ്റ്സ് ഇട്ട് വെക്കാനായിരിക്കും കുറച്ചും കൂടെ ഭംഗി. അപ്പോൾ അത് എങ്ങനെയാണ് ഇരിക്കണേ എന്നുള്ളത് നമുക്കൊന്ന് വെച്ച് കാണാം. അപ്പോൾ നമ്മൾ കണ്ട മൂന്നാമത്തെ സാരി ഉടുത്താൽ ഇങ്ങനെയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് 14 ഫ്ലവേഴ്സ് ആണ് വരുന്നത്. സ്കാറ്റർ ചെയ്തിട്ട് ഒരു 5-inch ഡിഫറൻസിലാണ്, ഗ്യാപ്പിലാണ് ഓരോ ഫ്ലവർ ഞാൻ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരും. ഒത്തിരി ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു സാരിയാണ്. ഒരു ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ്. ഇതിന് കോൺട്രാസ്റ്റ് കളർ ബ്ലൗസ് ഇട്ട ഈ പൂവിൻ്റെ കളർ ബ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാകും. മുന്താണിയിൽ വർക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ അകത്ത് ഇത് വരുന്നത് 5 ഇഞ്ചിനേക്കാളും കൂടുതലുണ്ട്. ഇതൊരു 9-inch ഡിഫറൻസിലാണ് ഫ്ലവേഴ്സ് ഇവിടെ ഇങ്ങനത്തെ ഈ ഒരു വീതി ഇതിൽ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ഫ്ലവർ, ഇപ്പോഴത്തെ സൈഡിൽ ഒരു ഫ്ലവറേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ഇന്ന് 3 സാരീസ് കണ്ടു. ഒരു ഓർഗൻഡി സാരി, ഒരു ചെക്ക് കോട്ടയും പിന്നെ ഒരു കോട്ട സാരി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ചെക്ക് കോട്ടയും കോട്ടയുടെയും ഡിഫറൻസ്. ഇത് സാധാ ഒരു കോട്ട സാരിയാണ്. മറ്റേ ബിസ്ക്കറ്റ് കളർ ആണെങ്കിൽ ചെക്ക് കോട്ടയായിരുന്നു. അതിൻ്റെ അകത്തുള്ള കളത്തിൻ്റെ സൈസ് വലുതാണ്, ബാക്കിയെല്ലാം സെയിമാണ്. ട്രാൻസ്പെറൻസി ഒക്കെ ഓൾമോസ്റ്റ് സെയിമാണ്. പക്ഷെ ചെക്കിൻ്റെ ആ കളത്തിൻ്റെ സ്ക്വയർ ബോക്സസിൻ്റെ വലിപ്പം കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട്, എന്നുവെച്ചാൽ കളം വലുതായതുകൊണ്ട്. അങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചസ് ആണല്ലോ ചെയ്തേക്കുന്നത്, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞേക്കുന്ന ടിപ്സും ട്രിക്സും എല്ലാവരും കേട്ടു എന്ന് വിശ്വസിക്കുന്നു. കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കടയിൽ പോയി മേടിക്കുവാണെങ്കിൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത സാരീസ് ആയാലും ചുരിദാറുകളായാലും എന്തായാലും മേടിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കി മേടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് മേടിക്കാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അൻടിൽ ദെൻ ബൈ.